സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട്, അയ്യോ ഇത് പറയാൻ പാടുണ്ടോ, ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പാടും. തുറന്ന് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ വളരെ മോശമായിട്ടാണ് പറയുന്നത് അല്ലെ. നമുക്ക് വെള്ളം പോലെ, നമ്മുടെ ഉറക്കം പോലെ, നമ്മുടെ ആഹാരം പോലെ സെക്സ് ഈസ് ഓൾസോ ബേസിക് നീഡ്. ഒരു മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ്. ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മളുടെ ഒരു സിസ്റ്റത്തിലും ഇല്ല. പിന്നെ എല്ലാവരും സെക്സിനെ കുറിച്ചിട്ട്, സെക്സിന്റെ പ്ലഷറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സെക്സിന് മടുപ്പുണ്ട്. സെക്സ് നമ്മുടെ പാർട്ട്ണറോട് ഡെയിലി നമ്മൾ സെക്സ് ചെയ്താലും നമുക്ക് മടുക്കും. അതിന് സെക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മുടെ കൗൺസിലിംഗ് സെഷനിൽ ഒരു 18 കൊല്ലവും ജീവിച്ചിട്ട് 15 കൊല്ലം ജീവിച്ചിട്ട് പോലും ഓർഗാസം അറിയാത്ത സ്ത്രീകൾ വന്നിട്ടുണ്ട്. 4 കുട്ടികളുണ്ട് അവർക്ക്. പക്ഷെ അവർക്ക് എന്താണെന്ന് അറിയില്ല. ഫോർ പ്ലേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കമന്റ് സെക്ഷനിലൊക്കെ ഫോർ പ്ലേ അതെന്ത് പ്ലേ ആണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഫോർ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഒരു സെക്സിലേക്ക് തുടങ്ങുന്ന സമയം തന്നെ മാനസികമായിട്ട് നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. സ്ത്രീയുടെ എല്ലാ പാർട്ടും, ഈവൻ കഴുത്തായിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, ബ്രസ്റ്റ് നിപ്പിളായിക്കോട്ടെ, വയറായിക്കോട്ടെ, ഇതെല്ലാം അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് കുറച്ചും കൂടെ ഫീലിംഗ് വരുന്നതും അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ വരുന്നതും. ഒരു വ്യൂ ഓഫ് പോയിന്റിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളായിരിക്കും, പുരുഷന്മാരായിരിക്കും ഒന്നിലധികം പാർട്ട്നേഴ്സിനെ തേടി പോകുന്നത്. ഹായ് ഹലോ, ഗ്ലോബൽ വില്ലേജിൽ ഇറ്റ്സ് മീ ആർജെ വരുൺ. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് സെക്സ്വാലിറ്റി എഡ്യൂക്കേറ്ററുമായിട്ടുള്ള ഷഫീനയാണ്. ഹായ്, വെൽക്കം. ഹായ്. യെസ്. അപ്പോൾ ഞാനേ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ട സമയത്ത് ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നമുക്കൊരു പോഡ്കാസ്റ്റ് എടുക്കണം, കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് ലൈഫൊക്കെ? ആദ്യം അത് ചോദിക്കട്ടെ. ലൈഫൊക്കെ അടിപൊളിയാണ്. ന്യൂ ലൈഫാണ്. അടിപൊളിയായിട്ട് പോകുന്നു. കിടിലമാണ്. അല്ല, ആദ്യം നമ്മള് സ്വന്തമായിട്ട് തീരുമാനം എടുത്തതുകൊണ്ട് ഐ ഫീൽ വെരി ഹാപ്പി. അതെ, ഒരു തീരുമാനം ശരിയായി. അല്ല, ചില തീരുമാനങ്ങൾ പലപ്പോഴും നമ്മൾ പാരൻസിനെ ധിക്കരിച്ചുകൊണ്ട് ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതൊക്കെ പൊട്ടി വലിച്ചെറിഞ്ഞ് കളഞ്ഞ് സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ്. അതാണ് എപ്പോഴും നമുക്ക് നിലനിൽക്കുക. സംടൈംസ് ഒരു റിസ്ക് എടുത്താൽ ഓഫ് കോഴ്സ് അതുണ്ടാവും. അപ്പം ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, ഈ മെൻ്റൽ ഹെൽത്ത് ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരുമായിട്ട് നമ്മളിങ്ങനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ, സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ മെൻ്റലി ഓക്കെ അല്ല, മെൻ്റലി ഞാൻ അത്ര ഇങ്ങോട്ട് ഓക്കെ അല്ല. അതാണായാലും പെണ്ണായാലും എല്ലാവരും ഇതിങ്ങനെ പറയുന്നത്. ശരിക്കും ഈ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ് സംഭവം? മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ വരുൺ ഇപ്പം എന്നോട് വർക്ക് ചെയ്യാൻ പറ്റും? ഒരു പരിധി വരെ ശരിയാണ് അല്ലേ. നമുക്ക് ഇന്റർവ്യൂവിൽ ഇതുപോലെ ഇരിക്കാൻ പറ്റില്ല. മെന്റലി നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ല രീതിയിൽ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല, നമുക്ക് നല്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല, നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല. മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിലാണ് നമ്മൾ കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് ഓക്കെ അല്ലാത്ത ഒരാളുടെ കൂടെ ജീവിക്കുക അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വീക്കായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. മെൻ്റലി വളരെ ഓക്കെ ആവുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ബേസിക് നീഡ് തന്നെയാണ്. പക്ഷെ അതിനെക്കുറിച്ചിട്ട് ആളുകൾ ബോധേഡല്ല. ആളുകൾ ഓക്കെയാണ്, ഞാനിങ്ങനെ മൂവ് ഓൺ ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മളെപ്പോഴും ചെയ്യുന്നത് ഒരു കവറപ്പ് ചെയ്ത് ഓരോ ദിവസം തള്ളി നീക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ പലപ്പോഴും നമുക്കൊരു പനി വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ എത്ര പൈസ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യും. പക്ഷെ ഒരു മെൻ്റൽ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പാർക്കിൽ പോയി അറ്റ്ലീസ്റ്റ് ഒരു ചായ കുടിക്കാൻ പോലും ആളുകൾക്ക് മടിയാണ് ഇപ്പോഴും. കാരണം മൈൻഡ് എങ്ങനെ റിലാക്സ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലോ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചിട്ടില്ല. എങ്ങനെയാണ് മൈൻഡ് റിലാക്സ് ചെയ്യണം, എങ്ങനെ സന്തോഷിക്കണം എന്ന് പോലും ഇന്നും നമുക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ പഠിക്കുന്നത് വേറെ, നമ്മുടെ ജീവിക്കുന്നത് വേറെ അല്ലേ. നമ്മുടെ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ്. അപ്പം ഈ കപ്പിൾസിൻ്റെ ഒക്കെ കാര്യം പറയുന്ന സമയത്ത് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇതിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർക്കാണെങ്കിൽ പോലും തന്നെ അയാൾ ഓക്കെ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ഭയങ്കര പ്രശ്നമാണ്. ഓഫ് കോഴ്സ്. എങ്ങനെയാണ് ഈ മെൻ്റൽ ഹെൽത്ത് ഒരു സെക്ഷൽ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മൾ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഫിസിക്കലി ആക്റ്റീവ് ആവാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ആക്റ്റീവായി പോകുന്ന ആളുകളുണ്ട് കേട്ടോ. കാരണം മോഡേൺ റിലേഷൻഷിപ്പിൽ നമ്മൾ കേട്ടിട്ടില്ലേ, സിറ്റുവേഷൻഷിപ്പ്, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, നാനോഷിപ്പ്. അപ്പോൾ ഇതൊക്കെ ഒരു ടൈപ്പിൽ അല്ലെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന ആളുകളുണ്ട്. നമ്മുടെ പ്ലഷർ നമ്മൾ ഓക്കെ ആണ് എങ്കിൽ ഇങ്ങനെ പോകുന്ന ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. പക്ഷെ മെൻ്റലി ഓക്കെ അല്ലെങ്കിൽ പക്ഷെ നമുക്ക് ഒരു ഗ്രേറ്റ് സെക്സ് അല്ലെങ്കിൽ ഒരു പ്ലഷർ, ഒരു ഇമോഷണൽ ഇൻറ്റിമസി എന്നൊക്കെ പറയുന്ന ഒരു കാര്യം കിട്ടണമെങ്കിൽ മെന്റലി നിങ്ങൾ
അടിപൊളിയായിട്ടിരിക്കണം എന്നുള്ളത്. അതിന് നമ്മൾ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും ആളുകളുടെ ഇടയിൽ ഇപ്പം സ്ത്രീകളെ എടുത്ത് നോക്കുവാണെങ്കിൽ അവർക്ക് ഇമോഷണൽ സേഫ്റ്റി ഇല്ലാത്തൊരു പുരുഷൻ്റെ അടുത്ത് ഒരിക്കലും എന്താ പറയുക ഫിസിക്കൽ റിലേഷൻഷിപ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സ്ത്രീക്ക് അത് വളരെ നിർബന്ധമാണ്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ അവൻ കാണുന്ന കാഴ്ചയിലാണ് അവന്റെ സെക്സ് എന്ന് പറയുന്നത്. സ്ത്രീക്ക് നോ ഒരു സ്ത്രീയെ കാണുന്ന കാഴ്ചയിൽ എല്ലാ പുരുഷന്മാരും അങ്ങനെയൊന്നല്ല. പക്ഷെ മോസ്റ്റ് ഓഫ് ദി കേസിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാണുമ്പോൾ ഒരു പുരുഷന് ഒരിക്കലും ഒരു ന്യൂഡിറ്റി വേണ്ട കാര്യമില്ല സെക്ഷൽ ഫീലിംഗ് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചെറിയൊരു അവന് ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് പുരുഷന് അങ്ങനെ ഒരു അട്രാക്ഷൻ തോന്നിയേക്കാം. പക്ഷെ സ്ത്രീക്ക് പൊതുവേ അവൾ സേഫാണ്, അല്ലെങ്കിൽ അവളെ ഇമോഷണലി അവളെ മനസ്സിലാക്കുന്ന കെയർ ചെയ്യുന്ന ഒരാളോടാണ് ഫീലിംഗ് വരാം. പക്ഷെ കാലക്രമേണ പലതും മാറി വന്നിട്ടുണ്ട്. അല്ല, അപ്പം ഇമോഷണൽ അറ്റാച്ച്മെന്റ് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ സ്ത്രീ? ഓഫ് കോഴ്സ് സ്ത്രീക്ക് ഉറപ്പായിട്ടും. അതുകൊണ്ടല്ലേ സ്ത്രീകൾക്ക് ഇപ്പോഴും പരാതിയും പ്രശ്നങ്ങളും. കാലഘട്ടം എത്ര മാറിയാലും സ്ത്രീയുടെ സൈക്കോളജി മാറാത്തത് അതുകൊണ്ട് വെച്ചാൽ സ്ത്രീ ഇമോഷണൽ ആണ്. കാരണം സ്ത്രീയുടെ സൈക്കിൾ അങ്ങനെയാണ്. സ്ത്രീയുടെ 4 സൈക്കിളിലൂടെ ഒരു മന്ത്ലി എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. പക്ഷെ പുരുഷൻ അങ്ങനെയല്ലല്ലോ. പുരുഷൻ ഒരു 24 സൈക്കിളിലാണ് ഒരു പുരുഷൻ പോകുന്നതെങ്കിൽ സ്ത്രീ പീരീഡ്സിന് മുൻപ് പിന്നെ എന്തെല്ലാം കാര്യങ്ങളിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. ഒരു ഡെയിലി ലൈഫ് മുന്നോട്ട്, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, കുട്ടികളുടെ കാര്യങ്ങൾ, ജോലി, വർക്കിംഗ് വിമൻസ് അല്ലേ, എല്ലാ കാര്യങ്ങളും നോക്കണം. അതല്ലാതെ വേറെ പല ഇഷ്യൂസും ഇങ്ങനെ അതല്ലാതെ ഫിസിക്കലി ആയിട്ടുള്ള ഇഷ്യൂസ് ഇതെല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അതെ. അപ്പം ഈ സ്ത്രീകൾ വിമൻ എംപവർമെൻറ്റിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സ്ത്രീകൾക്ക് മുൻഗണന അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് പറയുന്നു. പക്ഷെ അധികം ആരും അങ്ങനെ നോട്ടീസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഇപ്പം സ്ത്രീയുടെ ഒരു സെക്ഷൽ നീഡ് ഉണ്ടല്ലോ. അതായത് ഇപ്പോൾ ഒരു റിലേഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റീസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഇങ്ങനെ വേണം, ചില ആളുകൾക്ക് അങ്ങനെ വേണം, അങ്ങനെ പ്രയോറിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഈ പ്രയോറിറ്റീസ്, ആ നീഡ്സ് പുരുഷ പാർട്ട്ണറിൻ്റെ അടുത്ത് തുറന്നു പറയുമ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഞാൻ പറയുന്നില്ല, കുറേ ആളുകൾ പറയുന്നത് അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. പക്ഷെ അത് ചെയ്യുന്നത് കുഴപ്പമില്ല, പക്ഷെ അങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ബേസിക് നീഡ്സ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവർ പറയുന്നത് എന്താണെന്ന് പറയുക, മോശപ്പെട്ട ആളാണ്, അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതായത് പുരുഷന്റെ എന്തോ ഒരു ആധിപത്യം പോലെയാണ് സംസാരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകളുടെ ഒരു കാഴ്ചപ്പാട്, അയ്യോ ഇത് പറയാൻ പാടുണ്ടോ, ഇങ്ങനെ തുറന്ന് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് തന്നെ വളരെ മോശമായിട്ടാണ് പറയുന്നത് അല്ലേ. ആ സെക്സിനെ കുറിച്ച് സംസാരിക്കുന്ന അല്ലെങ്കിൽ 3-4 ആളുടെ ഇടയിൽ എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഓർഗാസം വന്നിട്ടില്ല, എനിക്ക് ഈ ഫീലിംഗ് അറിയില്ല എന്ന് പറയുന്ന എത്രയോ സ്ത്രീകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് പറയുന്ന ആളുകളെ വളരെ മോശമായിട്ട് ആണ് കണക്കാക്കുന്നത്. ആക്ച്വലി നമുക്ക് വെള്ളം പോലെ, നമ്മുടെ ഉറക്കം പോലെ, നമ്മുടെ ആഹാരം പോലെ സെക്സ് ഈസ് ഓൾസോ ബേസിക് നീഡ്. ഒരു മനുഷ്യന്റെ ഒരു ബേസിക് നീഡാണ്. അത് കിട്ടാതെ വരുമ്പോഴാണ് പലപ്പോഴും ഈ ഫ്രസ്ട്രേഷനും പല അഫയേഴ്സിലൊക്കെ ആളുകൾ പോകുന്നത്. ആക്ച്വലി പ്രോപ്പർ ആയിട്ടുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മളുടെ ഒരു സിസ്റ്റത്തിലും ഇല്ല. വീട്ടിൽ സംസാരിക്കുമ്പോൾ പറയും ഇത് പറയാൻ പാടില്ല, സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല, എക്സ് വൈ എന്നല്ലാതെ അതിലപ്പുറത്തേക്ക് എന്താണ് പഠിപ്പിക്കുന്നത്. അത് ബങ്ക് ചെയ്യുന്ന എത്രയോ ടീച്ചേഴ്സ് ഉണ്ട്, ആ ക്ലാസ് എടുക്കാതെ പോകുന്ന ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു സെക്സ് എഡ്യൂക്കേഷൻ, എനിക്ക് എൻ്റെ ഓർമ്മയിലൊക്കെ ഞാൻ കേട്ടുള്ളത് എക്സും വൈയും കൂടി ചേർന്നാൽ എന്നുള്ളതാണ്. അതല്ലാതെ ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഈ എങ്ങനെ സെക്സ് ചെയ്യാമെന്ന് പറയുന്നതല്ല. ശരിക്കും സെക്സിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, മുൻകരുതലുകൾ വേണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു സ്ത്രീയെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പുരുഷനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെയാണ് ഒരു ബേസിക് നോളജ് എന്ന് പറയുന്ന ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കേണ്ടത്. അതില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ഒരു രീതിയിലും നമ്മൾ മടിക്കരുത്. ഇപ്പോൾ വരൻ ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എംപവർമെൻറ്റ് എല്ലായിടത്തും വന്നിട്ടുണ്ട്. ബെഡ്റൂമിൽ മാത്രം വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് തെറ്റല്ലേ? ഉറപ്പല്ലേ? എല്ലായിടത്തും സ്ത്രീക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ സ്ത്രീകൾ ജോലിക്ക് പോകുന്നു, സ്ത്രീകൾ എത്താത്ത മേഖലകളില്ല. പക്ഷെ എംപവർഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് പുരുഷന് അറിയില്ല എന്നല്ല. ഒരു ജോലിയുള്ള സ്ത്രീയിൽ നിന്ന് ഒരിക്കലും അടക്കവും ഒതുക്കുള്ള ഭാര്യയെ നിങ്ങൾ പ്രതീക്ഷിക്കരുത് അല്ലേ. അല്ലെങ്കിൽ അടക്കം ഒതുക്കുള്ള ഒരു ഭാര്യയിൽ നിന്ന് സെൽഫ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സ്ത്രീ, ധൈര്യം വരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്താണെന്ന് മനസ്സിലാക്കലാണ്
അല്ലെ? നമ്മളിപ്പോ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിലൊക്കെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടങ്ങള്, ഇഷ്ടാനിഷ്ടങ്ങള്, അവരെ അച്ചീവ്, നമ്മൾ ഒരാളെ സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ എന്താണ്? അവർക്ക് ഇഷ്ടമുള്ളതിനെ, അല്ലെങ്കിൽ അവരുടെ സമാധാനത്തെ, അല്ലെങ്കിൽ അവരുടെ കരുതലിനെ കൂടെ നിൽക്കുക എന്ന് പറയുന്നതാണ്. കീപ്പ് ചെയ്ത് പോവുക. ഓഫ് കോഴ്സ് നമ്മളെ വളരാൻ സഹായിക്കുന്ന മനുഷ്യരല്ലേ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തോന്നുക. അപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുമ്പോൾ എംപവേർഡ് ആയി, പക്ഷെ ഒരിക്കലും എംപവർ ആവാത്ത ഒരു മനുഷ്യനാണ് കൂടെ ജീവിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സെക്ഷൽ നീഡ്സും വാൺസും ഇന്നും പറയുമ്പോൾ വളരെ മോശം. ഇപ്പം നമ്മുടെ കൗൺസിലിംഗ് സെഷനിൽ ഒരു 18 കൊല്ലവും ജീവിച്ചിട്ട് 15 കൊല്ലം ജീവിച്ചിട്ട് പോലും ഓർഗാസം അറിയാത്ത സ്ത്രീകൾ വന്നിട്ടുണ്ട്. 4 കുട്ടികളുണ്ട് അവർക്ക്. പക്ഷെ അവർക്ക് എന്താണെന്ന് അറിയില്ല. കാര്യം ആളുകളുടെ ഇടയിൽ ഈ സെക്സ് എന്ന് പറയുന്നത് ഫോർ പ്ലേയെ കുറിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ ഓർഗാസത്തെ കുറിച്ചിട്ടൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് സ്ത്രീകൾ പറയുന്നുണ്ട് ആക്ച്വലി ഞങ്ങളിത് എന്താന്ന് പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. യെസ്, മേ ബി സെക്സ് ടോയ് ആയിരിക്കാം. അതല്ലെങ്കിൽ പുരുഷൻ അത്രയും സെക്സിനെ കുറിച്ചിട്ട് ചിലപ്പോൾ ഒരു പോൺ വീഡിയോസ് കണ്ടിട്ടുള്ള അറിവായിരിക്കും. അല്ലെങ്കിൽ സ്ത്രീകളോട് എന്താ പറയുന്നത്? അയ്യോ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ നിൽക്കണം, പുരുഷന്മാരാണ് കേട്ടോ, നമ്മൾ നിന്നില്ലെങ്കിൽ പുറത്തു. ഇങ്ങനെയുള്ള കുറേ കോമൺ ടോക്കുകൾ നമ്മളുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഭർത്താവിനോട് നോ പറയാൻ പാടില്ല, അല്ലെങ്കിൽ നീ നിൽക്കാത്തത് കൊണ്ടാണ് അപ്പുറം പോകുന്നത്. ഇങ്ങനെയുള്ള ടോക്കല്ലേ പറയണത്. ഈ പ്രോപ്പറായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഒരു സെക്ഷൽ ടോക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ഫാൻറ്റസികൾ, എൻ്റെ താല്പര്യങ്ങൾ, ഇതൊക്കെ ഓപ്പണായിട്ട് സംസാരിക്കാൻ പലപ്പോഴും സമ്മതിക്കാറില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാറ്റഗറിയിലേക്ക്. ഇത് തുടക്കത്തിൽ എങ്ങനെ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വിമൻ ആണെങ്കിൽ അവരുടെ സെക്ഷൽ നീഡ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ആ സ്പേസ് ഇൻ എ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സ്പേസ്, ഇപ്പം എനിക്ക് വരുണിനോടൊരു കാര്യം പറയണമെങ്കിൽ വരുൺ പറയണമെങ്കിൽ എന്ത് വർത്താനാണ് പറയണതെന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനെ പറയുന്നപ്പോൾ നമ്മൾ സെഷനിൽ എടുക്കുന്ന സമയത്ത് ഞാൻ പ്രീവിയസ് പറഞ്ഞപ്പോൾ എന്നെ വളരെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. ഇതേ സെയിം പാറ്റേൺ പുരുഷന്മാരും ഉണ്ട്. ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്രക്കാരനാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം ഇതാണോ എന്ന് ചോദിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഏത് നേരം ഈ ചിന്തയാണോ എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ബേസിക് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതായത് എംപവർ ആയിട്ടുള്ള സ്ത്രീകളുടെ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് പലപ്പോഴും നമ്മൾ ഇപ്പൊ കണ്ടുവരുന്നത്. ആ ഒരു തിരിച്ചറിവ് ഇല്ലാത്തതാണ് അല്ലേ? ശരിക്കും നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് സെക്ഷൽ ഹെൽത്ത് ആയിക്കോട്ടെ, സെക്ഷൽ റിലേഷൻ ആയിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യാം? ആക്ച്വലി സെക്ഷൽ ഹെൽത്ത് എന്ന് പറയുന്നതിനേക്കാളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മെന്റൽ ഹെൽത്തിനെയാണ്. നിങ്ങൾ മെന്റലി ഓക്കെ ആക്കാതെ നിങ്ങളുടെ പാർട്ട്ണർ, ബോത്ത് മെൻ ആൻഡ് വിമൻ, നിങ്ങളുടെ പാർട്ട്ണർ ഓക്കെ ആവാതെ അവർ സെക്ഷലി ഓക്കെ ആവില്ല. സ്ത്രീ ഇമോഷണലാണ്, പുരുഷൻ പ്രാക്ടിക്കലാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇടയ്ക്ക് ഒരു ഇഷ്ടക്കുറവ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അല്ലേ? ഒന്നും സ്പാർക്ക് ഉണ്ടാവില്ല. പിന്നെ എല്ലാവരും സെക്സിനെ കുറിച്ചിട്ട്, സെക്സിന്റെ പ്ലഷറിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ സെക്സിന് മടുപ്പുണ്ട്. സെക്സ് നമ്മുടെ പാർട്ട്ണറോട് ഡെയിലി നമ്മൾ സെക്സ് ചെയ്താലും നമുക്ക് മടുക്കും. അതിന് സെക്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മൾ മൊബൈൽ അപ്ഡേറ്റ് ചെയ്യുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഒരേ റൂം, ഒരേ ഡ്രസ്സ്, ഒരേ രീതി, ഒരേ സംസാര രീതി. നമ്മൾ വല്ലപ്പോഴൊക്കെ ബെഡ്റൂം ഒന്ന് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുക, ചെറിയൊരു ലൈറ്റ് മ്യൂസിക് കൊടുക്കുക. ഇങ്ങനെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ചില ഡേർട്ടി ടോക്സ് സംസാരിക്കുക. ഇങ്ങനെ ഇമോഷണലി ഒരു കണക്ഷൻ എടുക്കാം. എപ്പോഴും സെക്സ് എന്ന് പറയുന്നത് ലൈറ്റ് ഓഫ് ചെയ്ത് നമ്മൾ പഴയ സിനിമയിൽ കാണുന്ന, ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. സെക്സ് എന്ന് പറയുന്നത് നമ്മൾ ആ ആൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്ന് വരുന്നതാണ്. ഇപ്പം ഇന്ന് രാത്രി നമ്മൾ ഒരു സെക്സിൽ ഏർപ്പെടാൻ തീരുമാനിക്കുന്നതിന് മോർണിംഗ് മുതൽ യു ലുക്ക് ബ്യൂട്ടിഫുൾ എന്ന് ഒരു ഭാര്യയോട് ഇപ്പോഴും പറയാൻ, നമ്മൾ കപ്പിൾ സെഷനൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മയില്ല. അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? നോ, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ പാർട്ട്ണറിന് റീഅഷുറൻസ് കൊടുക്കണം. അത് ഭാര്യയ്ക്കും കൊടുക്കണം. ഭാര്യ ഇഷ്ടം പറയാൻ പലപ്പോഴും മടിയാണ്. ഇഷ്ടം പറയുന്നത് എന്തോ ഒരു പ്രശ്നം പോലെയാണ്. അയ്യോ എന്താണ്, എൻ്റെ ഭാര്യയല്ലേ എന്നോട് പറയണോ, അല്ലെങ്കിൽ ഭർത്താവില്ല എന്ത് പറയാനാണ്, ഇഷ്ടമുണ്ടായിട്ടല്ലേ ജീവിക്കുന്നത്. പക്ഷേ ഐ ലവ് യു അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിന് എന്ത് മടിയാണ്. അത് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു എനർജി വേറെ അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന എനർജി നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ആള് വരുന്നുണ്ട്. ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും ഇതൊന്നുമല്ല. നമ്മൾ അതിന് മുന്നേ നിനക്ക് എന്താ ഇഷ്ടം, നിനക്ക് എന്താ താല്പര്യം. യെസ്, ഇപ്പോൾ നൈറ്റിലാണ്, ഓഫീസിൽ ഇടയ്ക്ക് വിളിക്കുക, നീ ഓക്കെ അല്ലേ,
നീ ഫുഡ് കഴിച്ചില്ല. ഇങ്ങനെ നമ്മളെപ്പോഴും വലിയ വലിയ കാര്യങ്ങളും വലിയ വലിയ സർപ്രൈസുകളും കൊടുക്കാൻ. ലൈഫ് ഈസ് ഓൾ അബൌട്ട് സ്മോൾ തിങ്. ചെറിയ ചെറിയ കാര്യങ്ങൾ. നീ ചായ കുടിച്ചോ, അത് രസമല്ലേ, നീ ചായ കുടിച്ചോ, ഓക്കെ അല്ലേ, നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നത് ഓഫ്കോഴ്സ് എപ്പോഴും എല്ലാ മനുഷ്യരോടും ടു ബി കൈൻഡ് ഓൾവേസ്. അത് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് അവിടെ നിന്ന് തുടങ്ങി അതിൽ നിന്ന് വരുന്നതാണ് ഈ സെക്ഷലി. അപ്പോൾ ഈ അവിടെ നമ്മൾ മെൻ്റലി ഓക്കെ ആക്കുകയാണ്. ഇപ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ വീട്ടിലെ ജോലി ചെയ്ത് അത്രയും ടയർഡായിരുന്ന ഒരു സ്ത്രീ, നീ ഓക്കെ അല്ലേ, നീ ഫുഡ് കഴിച്ചില്ലെന്ന് പറയുമ്പോൾ അത് മതി അവൾക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിലേക്ക്. നീ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, ആ തോട്ട് കൊടുക്കുക. നീ വർക്ക് ചെയ്യുന്നൊരു പുരുഷനാണെങ്കിൽ നിങ്ങൾ ഓക്കെ അല്ലേ, നിങ്ങൾ ഫുഡ് കഴിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആ തിരക്കിലും എന്നെ വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ആൾ നമ്മളുടെയൊക്കെ പ്രയോറിറ്റി ലിസ്റ്റിൽ നിന്ന് ഇതൊക്കെ മാറിപ്പോകുമ്പോഴാണ് പ്രശ്നം വരിക, അല്ലെ. നമ്മൾ സാറില്ല പോട്ടെ വിട്ടുകള, പക്ഷെ നമുക്കൊരു പ്രയോറിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ് എനി കോസ്റ്റ് നമ്മൾ ഏത് തിരക്കിലും നമ്മൾ അവരുടെ ഫോൺ എടുക്കും. അപ്പം മെൻ്റലി ഓക്കെ ആക്കാതെ നിങ്ങൾ ഒരിക്കലും സെക്ഷുവലി പോവരുത്. കാരണം അത് പോയി കഴിഞ്ഞാലും അതിനൊരു പരിമിതികളുണ്ട് തൃപ്തിപ്പെടുത്തുന്നതിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സെക്ഷൽ റിലേഷൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ഫോർ പ്ലേ ആൻഡ് ആഫ്റ്റർ പ്ലേ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ്? ശരിക്കും എങ്ങനെയാണ് നമ്മളത് ശരിക്കും അതിനകത്തേക്ക് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, ഇൻപുട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർ പ്ലേ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ എൻ്റെ കമൻറ്റ് സെക്ഷനിലൊക്കെ ഫോർ പ്ലേ അതെന്ത് പ്ലേ ആണ് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഫോർ പ്ലേ എന്ന് പറയുന്നത് നമ്മൾ ഒരു സെക്സിലേക്ക് തുടങ്ങുന്ന സമയം തന്നെ മാനസികമായിട്ട് നമ്മളവരെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ശാരീരികമായിട്ടുള്ള ഇപ്പോൾ നമുക്ക് ജെനറ്റിൽ പാർട്ട് മാത്രമല്ല, നോൺ ജെനറ്റിക് ആയിട്ടുള്ള ഒരുപാട് പാർട്ടിൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ ബോഡി സെൻസിറ്റീവ് ആണ്. എല്ലാം ഇപ്പം നമ്മൾ ഇങ്ങനെ കൈ തൊടും മേ ബി അല്ല, നമ്മളിപ്പോൾ കൈ ഇങ്ങനെ തൊടുന്നതും വളരെ ഫെദർ ടച്ച് ആയിട്ട് നമ്മുടെ കൈ തൊടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇല്ലേ. ഫോർ പ്ലേ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മുടി തലോടുന്നതും സ്ത്രീയുടെ എല്ലാ പാർട്ടും, ഈവൻ കഴുത്തായിക്കോട്ടെ, കൈ ആയിക്കോട്ടെ, ബ്രസ്റ്റ് നിപ്പിളായിക്കോട്ടെ, വയറായിക്കോട്ടെ, ഇതെല്ലാം അവരുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ ടച്ച് ചെയ്യുമ്പോഴാണ് സ്ത്രീക്ക് കുറച്ചും കൂടെ ഫീലിംഗ് വരുന്നതും അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ വരുന്നതും. ഇപ്പോൾ വജൈനൽ ടൈറ്റ്നസ് പലപ്പോഴും ആഫ്റ്റർ ഒരു 30+ കേസുകളിൽ അത്രയും കേൾക്കുന്ന വജൈനൽ ടൈറ്റ്നസ്. കാരണം ലൂബ്രിക്കേഷൻസ് ഇല്ലാതെ നമ്മൾ ഇൻ്റർകോഴ്സ് ചെയ്യുമ്പോൾ ഭയങ്കര പെയിൻ ആയിരിക്കും വരിക. പിന്നെ താല്പര്യക്കുറവുണ്ടാവും. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഇമോഷണലി അവരെ മനസ്സിലാക്കുന്നില്ല എന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ശരീരം ആക്റ്റീവ് ആവാൻ ശ്രമിക്കില്ല. ഫ്ലൂയിഡ് വളരെ കുറവായിരിക്കും, ലൂബ്രിക്കേഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ പെയിൻ വരാൻ തുടങ്ങും. പെയിൻ വരുമ്പോൾ ഫ്രിക്ഷൻ വരാൻ തുടങ്ങും. അപ്പോൾ പുരുഷനും ഈ പറയുന്ന പോലെ പ്ലഷർ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഫോർ പ്ലേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഫോർ പ്ലേ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് ഒരിക്കലും ബെഡ്റൂമിൽ നിന്ന് തുടങ്ങാം. അപ്പം ചില ആളുകളോട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ പറയും ഒരു 20 minutes ഫോർ പ്ലേ, ഒരു 10 minutes ഇൻ്റർകോഴ്സ്, ആഫ്റ്റർ 10 minutes ആഫ്റ്റർ പ്ലേ എന്നൊക്കെ പറയുമ്പോൾ ചിലർ പറയും എന്നാൽ 20 minutes നമുക്ക് ഇങ്ങനെ ചെയ്തേക്കാം. അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് അങ്ങനെയല്ല. പക്ഷെ അത്രയെങ്കിലും ഒരു സ്ത്രീയെ നിങ്ങൾ ഉണർത്താൻ ഒരു സമയം എടുക്കണം. ചില ആളുകൾ പെട്ടെന്ന് വന്നു, ചില ഭാര്യമാർ പറയാറുണ്ട് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒരു 10 minute, ഒരു 5 minute എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയല്ല ഒരു സ്ത്രീയെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഇപ്പോഴും ഒരു സെക്ഷുവലി നിങ്ങൾ ഇപ്പോൾ പരാതി പറയാറില്ലേ, സ്ത്രീക്ക് താല്പര്യമില്ല, അവൾക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ അവർ ട്രീറ്റ് ചെയ്തെന്നുള്ളതിൻ്റെ ഒരു സമം ആണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് റിയാക്ട് ചെയ്യുന്നത്. യെസ്. അപ്പോൾ അത് അത്രയും മാത്രം ഇമ്പോർട്ടൻസ് ആണല്ലേ. അപ്പോൾ ഞാൻ വേറൊരു കാര്യം ചോദിക്കുന്നത്, ഏറ്റവും കൂടുതലും ഇപ്പം ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ആവാൻ ഭയങ്കര പാടാണ്. കാര്യം ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ കോൾ ചെയ്യുമായിരുന്നു, വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നീട് ഗ്രാജുവലി പല തിരക്കുകളായി അത് കുറഞ്ഞു പോകുന്നുണ്ട്. ശരിക്കും ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമുക്ക് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ പലപ്പോഴും വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം സ്ത്രീ കരയും. പൊതുവെ പ്രശ്നം വരിക സ്ത്രീകൾക്കാണ്. കിട്ടുന്നില്ല, പണ്ടത്തെ പോലെ വിളിക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല. കമ്പാരിറ്റീവ്ലി എക്സ്പെക്റ്റേഷൻ കൂടുതലും സ്ത്രീക്കാണ് വരിക. അപ്പോൾ പരാതിക്കാരി സ്ത്രീ തന്നെയാണ്. അപ്പോൾ ആദ്യം കരയും, സങ്കടം പറയും. പിന്നെ അവൾ കുറച്ചും കൂടെ എംപവർ ആവാൻ തുടങ്ങും, ഡിസ്പയർ ആവാൻ തുടങ്ങും. അതായത് അവർ ഇയാളോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ തന്നെ ചെയ്യാം എന്ന് പറയും. പിന്നെ ഒരു ഡിറ്റാച്ച്മെന്റിലേക്ക് വരും, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് പറയുന്നത്. ഇപ്പം ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പൊക്കെ പതുക്കെ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പെക്റ്റേഷനൊത്ത്
അവരുടെ താല്പര്യങ്ങൾക്കൊത്ത് ആവാതെ വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ, ഈ റീൽസിനെയൊക്കെ കമ്പയർ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് അല്ലേ ഇടുക. ഇപ്പം നമ്മളിപ്പോൾ വീഡിയോ എടുക്കുമ്പോഴും എന്താണെങ്കിലും ജസ്റ്റ് മേക്കപ്പ് ഇട്ട് ഷോളിട്ട് ഇതെന്നല്ല, അതിൻ്റെ പുറകെ ചിലപ്പോൾ നമുക്ക് വേറെ പല ഇഷ്യൂസ് ഉണ്ടാവും. അതൊന്നും നമ്മൾ കാണിക്കുന്നില്ല. പക്ഷെ ആളുകൾ കാണുന്നത് അത്രയും ഇതൊക്കെയാണ് ജീവിതം, ഇതൊക്കെയാണ് പാർട്ട്ണർ, ഇങ്ങനെ ഗിഫ്റ്റ് കൊടുത്താലാണ് സ്നേഹമുണ്ട്. ഇപ്പം നമ്മൾ ആഘോഷിക്കാത്ത ഒരു മാസങ്ങൾ ഉണ്ടാവില്ല. ബർത്ത്ഡേ, 6 months, 3 months, 1 month, അല്ലെങ്കിൽ 1 year. ഇതൊക്കെ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകളുണ്ടല്ലോ, സാധാരണ പണ്ടത്തെ റിലേഷൻഷിപ്പ് പോലെയല്ല. ഇപ്പോൾ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ തന്നെ വളരെ എക്സ്പെൻസീവ് ആണ് ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിങ്ങനെ അയ്യോ അവർക്കത് കൊടുത്തു, എനിക്കിത് കിട്ടിയില്ല, ഇവർക്ക് ഇങ്ങനെ, ഇതെല്ലാം കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട് പലപ്പോഴും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ. പിന്നെ മെയിനായിട്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ എത്ര തിരക്കിലാണെങ്കിലും നമുക്കൊരാൾക്ക് വേണ്ടി 1 minute മാറ്റി വെക്കാൻ നമുക്ക് എപ്പോഴും സമയമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത്, ഉറങ്ങുന്നവനെ നമുക്ക് വിളിച്ചുണർത്താം, ഉറക്കം നടിക്കുന്നവനെ നമുക്ക് വിളിച്ചിർത്താൻ പറ്റാത്തുള്ളൂ. എത്ര തിരക്കാണെങ്കിലും ഞാൻ വിളിക്കാട്ടോ, ഞാൻ തിരക്കിലാണ്, ഒരു വോയിസ് നോട്ട് അയക്കാം. അല്ലെങ്കിൽ 1 second പാർട്ട്ണറിന് വേണ്ടി എടുക്കാൻ പറ്റാത്ത ഒരു തിരക്കും ഇന്ന് ഒരു മനുഷ്യനും ഇല്ല. പക്ഷെ എടുക്കാത്തത് കൊണ്ടാണ്. അപ്പൊ എത്ര തിരക്കാണെങ്കിലും എടുക്കുക എന്നുള്ളതാണ്. അവരുടെ ചിലപ്പോൾ 1 മണിക്കൂറോളം സംസാരിക്കേണ്ട, എന്നെ എടുത്തല്ലോ, അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിച്ചല്ലോ, നമ്മളൊക്കെ വിഷമിക്കുന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ. ഇപ്പോൾ വരുണിൻ്റെ ഭാര്യയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുൺ അല്ലാതെ വരുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് ഞാനല്ല സാറില്ല കട്ട് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹേർട്ട് ആകുന്നത്. നമ്മളെപ്പോഴും പ്രയോറിറ്റീസിൽ നമ്പർ 1 ആവണം നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നമുക്ക് ആഗ്രഹമുണ്ട്. അതൊക്കെ മാറുമ്പോഴാണ് പലപ്പോഴും സ്ത്രീ പരാതിയാണ്. സ്ത്രീയുടെ വിഷമങ്ങള്, സ്ത്രീയുടെ ഇമോഷൻസ് സ്ത്രീ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുമ്പോൾ അത് കേൾക്കുക എന്നുള്ളതാണ് ഒരു പുരുഷൻ. പക്ഷെ പുരുഷൻ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യും. ഏതു നേരവും പരാതിയാണ്, എപ്പോഴും പ്രശ്നമാണ്, നിന്റെ പരാതി എപ്പോഴാണ് തീരുക. പുരുഷൻ ആക്ച്വലി ഈ പരാതികളൊന്നും കേൾക്കാൻ താല്പര്യമില്ല. പുരുഷൻ പെട്ടെന്ന് മടുക്കും. KR മീരയുടെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്, പുരുഷന് അവനെ സന്തോഷിപ്പിക്കുന്ന ആളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പക്ഷെ സ്ത്രീക്ക് അങ്ങനെയല്ല, വേദനിപ്പിക്കുന്ന ആളെയും സ്നേഹിക്കാൻ സാധിക്കും. അതൊരു പരിധിവരെ സത്യം തന്നെയാണ്. എത്ര വേദനിപ്പിച്ചാലും സ്ത്രീ കുറച്ചും കൂടി ഇമോഷണൽ അറ്റാച്ച്മെന്റ് വന്നു കഴിഞ്ഞാൽ ആ ബന്ധം നന്നായി പോവാൻ അവർ ഒരുപാട് ശ്രമിച്ചിട്ട് ഓക്കെ അല്ല, അവരുടെ സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തടത്തു നിന്നാണ് ഒരു സ്ത്രീ വർക്കൗട്ട് ആവുള്ളൂ. ഓഫ് കോഴ്സ് ഞാനൊക്കെ അങ്ങനെ വർക്കൗട്ട് ആയിട്ടുള്ള ഒരാളാണ്. ഒരു വ്യൂ ഓഫ് പോയിന്റിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളായിരിക്കും പുരുഷന്മാരായിരിക്കും ഒന്നിലധികം പാർട്ട്നേഴ്സിനെ തേടി പോകുന്നത്? നമുക്കങ്ങനെ ജനറലൈസ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഫീലിങ്സിനെ കേൾക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഇമോഷണൽ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. നിനക്ക് ഇങ്ങനെ പറ്റിയല്ലേ, അല്ലെങ്കിൽ നീ ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണല്ലേ, അല്ലെങ്കിൽ നിനക്കിത് ഹേർട്ട് ചെയ്ത്, ആ വാലിഡിറ്റി. ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? ഒന്നില്ലെങ്കിൽ ഫോണിലിരിക്കും, അല്ലെങ്കിൽ TV കണ്ടിരിക്കും, അല്ലെങ്കിൽ അത് പിന്നെ പറയും ഇപ്പോൾ സമയമില്ല. ആ വാലിഡേറ്റ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നിനക്കിത് പ്രശ്നമുണ്ടല്ലേ, അല്ലെങ്കിൽ നിനക്കിത് ഇങ്ങനെ ഹേർട്ടായല്ലേ എന്ന് നമ്മൾ വാലിഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും വരുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന ഒരാളിപ്പുറത്തുണ്ട്. കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വരും? ഒരു അറ്റാച്ച്മെന്റ്, ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരും. ഇനി സെക്ഷുവലി ആണെങ്കിലും സെക്ഷൽ ഫാന്റസികൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ ആവണം. ഇപ്പോഴും സാരി ഉടുത്ത് മുല്ലപ്പൂ എടുത്ത് പാലും കൊണ്ട് പോകുന്ന സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന, എത്രയോ നാടൻ സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന എത്രയോ പുരുഷന്മാർ സെക്ഷനിൽ വരുമ്പോൾ കേൾക്കാൻ. എന്നാൽ മോഡേൺ വസ്ത്രധാരണ രീതിയിലുള്ള വളരെ ടിപ്പിക്കൽ തുളസിപ്പും എന്താ പറയുക തുമ്പപ്പൂ ഒക്കെ ആയിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന. അപ്പോൾ ഓരോരുത്തരുടെ ഫാന്റസിയും ഇഷ്ടങ്ങളും വേറെയാണ്. ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ഓപ്പണായിട്ട് ഒരു ഡീപ്പായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ കരിയർ, നിങ്ങൾ എന്താണ് ജീവിതത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾ സംസാരിച്ച് പറ്റുമെങ്കിൽ ഒരു യാത്ര ചെയ്താലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ ആരും ലൈഫ് ഫെയിൽ ആവുമെന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്നവരൊന്നും അല്ലല്ലോ. ജീവിച്ച് തന്നെ നമുക്കറിയാൻ പറ്റും. എക്സ്പീരിയൻസ് ചെയ്ത് തന്നെയാണ് നമുക്കറിയാം. പക്ഷെ അന്നും ഇന്നും ഡിവോഴ്സ് നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, ഇന്നത്തെ ആളുകൾ, ഇന്നത്തെ സ്ത്രീക്ക് അവരുടെ സെൽഫ് വർത്ത് അല്ലെങ്കിൽ അവർക്ക് വാല്യൂ ഇല്ല, റെസ്പെക്റ്റ് ഇല്ല എന്നുള്ളിടത്ത് മൂവ് ഓൺ ചെയ്യാൻ അവർക്ക് എളുപ്പമാണ്. ഫിനാൻഷ്യലി കുറെ ആളുകൾ ഇൻഡിപെൻഡന്റ് ആണ്.
ഉറപ്പായിട്ടും ഫിനാൻഷ്യലി പല ടൈപ്പ് കേസുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫിനാൻഷ്യലി ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പ്രശ്നമുള്ള ആളുകളുണ്ട്. വളരെ ഒരു ബേസിക് നീഡ് പോലും കൊടുക്കാത്തത് കൊണ്ട് പ്രശ്നം ഉണ്ടാക്കുന്ന പ്രശ്നം എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ട്. പക്ഷെ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനും വ്യത്യാസമുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ആണ് കുറച്ചുകൂടി. ഈ കസേരയില് ഞാനും വരുണും കൂടെ എത്ര നേരം അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ ഞാൻ പറയും വരുണിനോട്, വരുൺ കുറച്ചേരം ഇരിക്കും, ഞാൻ നിൽക്കാം. പിന്നെ വരുൺ പറയും ഞാനിരിക്കാം, നീ നിൽക്കാം. അങ്ങനെ നമുക്ക് കുറേ പോവാം അല്ലേ. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനൊരു പരിമിതികളില്ലേ. അതെ അതെ അതെ. അപ്പോ അതുപോലെ ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ പ്രേമിക്കുന്ന സമയത്ത് ഈ കപ്പിൾസ് ഭയങ്കരമായിട്ടുള്ള പ്രേമമാണ്, ശരിക്കും ഇവരെയൊക്കെ നിങ്ങൾ കണ്ടുപഠിക്കണം, അവരെ കണ്ടുപഠി എന്നൊക്കെ പറയാറുണ്ട്. ആഫ്റ്റർ ഇവർ മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇവര് കുറേ നാളൊക്കെ ഇങ്ങനെ പ്രേമിച്ചു, പിന്നീട് ഇവർക്കിടയിലുള്ള ആ ഒരു ബോണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എല്ലാം നിലച്ചു പോകുന്നു. പിന്നീട് അവർക്ക് ഒരു സെക്ഷലി അവരോട് താല്പര്യമില്ല, ആരെങ്കിലും ഒരാളോട് താല്പര്യം തോന്നാതെ വരും, ഒരു ഡെഡ് ബെഡ്റൂം എന്നൊരു കണ്ടീഷനിലേക്ക് പോകും. ശരിക്കും ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? എന്താണ് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കാര്യം? ആക്ച്വലി തുടക്കത്തിലെല്ലാം നമ്മൾ ഫാസിനേറ്റഡ് ആണ് അല്ലേ. നമ്മൾ തുടക്കത്തിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേസ് ആണ് നമ്മൾ കാണുന്നത്. ആഫ്റ്റർ മാരേജ് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരികയാണ്, ജീവിതം തുടങ്ങുകയാണ്, ബാധ്യതകൾ വരികയാണ്, നമ്മൾ കുറേ റെസ്പോൺസിബിൾ ആണ്. ഈ പണ്ടത്തെ പോലെ ഞാൻ എപ്പോഴും എൻ്റെ പാർട്ട്ണറോട് പറയാറുണ്ട്, എന്നെ കംപ്ലീറ്റ് ആയിട്ട് നോക്കുക എന്നുള്ളതല്ല. ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ഒരു കുടുംബം നോക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം മെന്റലി സ്ട്രെസ്ഡ് ആണ്. കാരണം അത്രയധികം ചെലവുകളാണ് വരുന്നത്. അപ്പോൾ ഒരു പാർട്ട്ണർ ഈക്വൽ ആയിട്ട് റെസ്പോൺസിബിലിറ്റി എടുക്കുവാണെങ്കിൽ കുറച്ചും കൂടി രസമാണ് അല്ലെ. ഇന്നത്തെ പുരുഷന്മാരൊക്കെ കുറച്ചും കൂടി ജോലിയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി ഏബിൾ ആയിട്ടുള്ള ഒരു സ്ത്രീയെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന നമ്മള് സെക്ഷലി മടുപ്പ് വരുന്നതെന്ന് പറയുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകള് നമ്മുടെ വീട്ടിൽ വരുമ്പം ഇതൊന്നും ഇല്ല, എനിക്കൊരു കൈത്താങ്ങായിട്ട് ആരും ഇല്ല, അല്ലെങ്കിൽ എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, എൻ്റെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇത് പലപ്പോഴും ഇന്നത്തെ പുരുഷന്മാർ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈവൻ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം ഒരു 10 lakh എങ്കിലും ഇന്നത്തെ പുരുഷന് ചെലവാണ്. മിനിമം. അപ്പോൾ ഇത്രയധികം ഒരു കാര്യം മീൻസ് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടുള്ള ഒരു ചെലവോ. അപ്പോൾ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈക്വലി ആയിട്ട് അവൻ്റെ ക്രൈസിസിനെ അല്ലെങ്കിൽ അവൻ്റെ മെന്റലി ഫിനാൻഷ്യലി ഒക്കെ മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ കുറച്ചും കൂടെ അത് പൊതുവെ സെക്ഷലി ബാധിക്കും. അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രണ്ടുപേർക്കും ജോലി ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇനി അങ്ങോട്ടേക്ക്. കാരണം രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ആ സ്പേസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും, ഒരു ഈക്വൽ റെസ്പെക്റ്റ് ഉണ്ടാവും അല്ലെ, മടുപ്പുണ്ടാവില്ല ഒരു പരിധി വരെ എന്ന് വെച്ചിട്ട് ജോലി ഇല്ലാത്ത സ്ത്രീകളെ ഇതാവുന്നല്ല, മോശം എന്നോ അങ്ങനെയൊന്നുമല്ല. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കുടുംബം കൊണ്ട് നടക്കുന്ന എത്ര ആളുകളുണ്ടെന്ന് അറിയോ. ഇപ്പൊ ഞങ്ങളുമ്മ, എൻ്റെ ഹസ്ബൻഡ് ഉമ്മ, എത്രയോ ആളുകൾ വളരെ ഇപ്പോഴും അവരുടെ ഒരു ടേക്ക് കെയർ കൊണ്ട് മാത്രം പല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ആളാണ്. പക്ഷെ എക്സ്പെക്റ്റേഷൻ അവിടെയും പുരുഷന്റെയും സ്ത്രീയുടെയും എക്സ്പെക്റ്റേഷൻ മാറുകയാണ്. കാലഘട്ടം നമ്മൾ ഈ ജനറേഷൻ ഗ്യാപ്പ് പലപ്പോഴും മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചത് മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് തമ്മിൽ ഇപ്പൊ ഇതില് ഒരാൾക്ക് സെക്ഷൽ ഇൻട്രസ്റ്റ് കുറവാണ്. അപ്പൊ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന കൗൺസിലിംഗ് കൊണ്ടൊക്കെ പറ്റുമോ? ഞാൻ പറയട്ടെ, നമ്മള് ഇപ്പോ ഇൻസൾട്ടിങ് ഒരു പുരുഷന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ത്രീ പുരുഷനെ ഇൻസൾട്ട് ചെയ്യുന്നതും പുരുഷൻ റെസ്പെക്ട് ചെയ്യാത്തതും ഭയങ്കര പ്രശ്നമല്ലേ. ഇപ്പൊ ഞാൻ വരുണെ എന്തിനു പറ്റും എന്ന് വെച്ചാൽ വരുൺ എന്നോട് എന്തെങ്കിലും ഒരു താല്പര്യം വരുമോ? നെവർ. ഈവൻ പലപ്പോഴും നമ്മളിപ്പോ ഒരു 100 സെക്സ് ചെയ്തു, 100 എൻ്റർലി ഡിഫറെൻ്റ് ആണ്, 100 ഒരേ ടൈമിങ് ആയിരിക്കില്ല, 100 ഒരേ എല്ലായിടത്തും നമുക്ക് എത്തിപ്പോയി എന്ന് വരില്ല. എന്ന് വെച്ചിട്ട് നമുക്ക് സെക്സിനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഡിപ്പെൻസ് അപ്പോൺ മൂഡ്. ചിലപ്പോൾ ചില ബിസി ഷെഡ്യൂളിൽ നമുക്ക് ഒരേ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒറ്റ ടൈമിൽ നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു പുരുഷനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുരുഷന് പിന്നെ പെർഫോമൻസ് ആങ്സൈറ്റി തുടങ്ങും. പിന്നെ അവൻ്റെ കോൺഫിഡൻസ് കുറയാൻ തുടങ്ങും. പുരുഷനെ എപ്പോഴും ചെറുതാവുക എന്ന് പറയുന്നത് അവൻ്റെ ബെഡ്റൂമിൽ ഒരു സ്ത്രീ ചോദിക്കുന്നത് എന്താ ഇങ്ങനെ, നിങ്ങൾക്കിപ്പോൾ പഴയ പോലെ താല്പര്യമില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ഇൻട്രസ്റ്റ് കുറയാനുള്ള ആദ്യ പടിയാണത്. പിന്നെ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്ത്രീക്കാണെങ്കിലും എനിക്കൊരു വില തരുന്നില്ല, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ഒരു താല്പര്യക്കുറവ്
പിന്നെ പുരുഷന് ഏറ്റവും കൂടുതൽ താല്പര്യക്കുറവ് പറയാൻ കാരണം എറക്ഷൻ ഇഷ്യൂസ് പലപ്പോഴും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം എറക്ഷന്റെ ആവശ്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഈ താല്പര്യക്കുറവ് പുരുഷനെ അഡ്രസ് ചെയ്ത് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല, മെന്റലി ഒരു ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ വരാം. പരസ്പരം ഈ ഇൻലോസ്, തേർഡ് പാർട്ടി ഇന്റർഫറൻസ് ഉണ്ടെങ്കിൽ സംഭവിക്കാം. പിന്നെ വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെങ്കിലും ഇത് സംഭവിക്കാം. അതല്ലാതെ ഈ പറയുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടെങ്കിൽ, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, PCOD ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ സെക്ഷലി താല്പര്യങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊരു മേജർ റീസൺ തന്നെയാണ്. ഈ സ്ത്രീക്കും പുരുഷനും ഉണ്ടാകുന്ന മറ്റൊരു കാര്യം ഞാൻ ചോദിക്കും, ഓവർ എക്സ്പെക്ടേഷൻസ്. അതായത് ബെഡ്റൂമിലും സെക്ഷൽ റിലേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, ഇങ്ങനെ ആകും അല്ലെ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ഉണ്ടാവും. ശരിക്കും അത് എത്രമാത്രം നല്ല കാര്യമാണോ അത്? ഈ ഓവർ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് പലപ്പോഴും തുടങ്ങുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടീനേജ് മുതൽ നമ്മൾ കേൾക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ നമ്മളൊരു കല്യാണം, ഞങ്ങൾ ഇന്ന് ഇത്ര തവണ ചെയ്തുട്ടാ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത്ര ടൈം ചെയ്തിട്ടുണ്ട്, നമ്മളിത് കേട്ടിട്ടാണ് ഫ്രഷ് ആയിട്ടുള്ള ഒരു ടൈം. നമ്മൾ കല്യാണം കഴിഞ്ഞ് തുടങ്ങുന്നവരെ നമ്മൾ കേൾക്കുന്നത് അത്രയും അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ്. ശരിക്കും ഇത് അനുഭവിക്കാത്ത ആളും ഇത് അനുഭവിച്ച് കിട്ടാത്ത ആളും ലാക്ക് ഓഫ് സെക്സ് ഉള്ള ആളുകളാണ് ഇത് പറയുന്നത് മൊത്തം. അവരവരുടെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കില്ല. അവരും ചിലപ്പോൾ എക്സ്പെക്റ്റേഷൻ ആയിരിക്കും. ഇതൊന്നും ചിലപ്പോൾ ശരിയോ തെറ്റോ ആണെന്നില്ല. ഒരു എന്താ പറയുക, തെറ്റിദ്ധാരണകൾ പലപ്പോഴും കല്യാണത്തിന്റെ തുടക്കം ഒരു പ്രോപ്പർ ആയിട്ടുള്ള, അതിനാണ് നമ്മൾ എപ്പോഴും പറയുന്നത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എപ്പോഴും എടുക്കുന്നത് അത്യാവശ്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പുരുഷന്റെ ഒരു സെക്സ് ടൈമിങ്ങിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ലാത്ത ആളുകളുണ്ട്. ഞങ്ങൾ അരമണിക്കൂർ ചെയ്തു, ഞങ്ങൾ 1 മണിക്കൂർ. ഒരു മിനിമം ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 2 minutes ആണ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പറയുന്നത്. 2 to 5 minutes, 5 to 7 minutes ആണ് നോർമൽ നമ്മൾ പറയുന്ന ഒരു കാര്യം. പക്ഷെ 2 minutes കിട്ടിയാൽ ഇറ്റ്സ് ഹെൽത്തി. അപ്പോൾ ഇതൊന്നും അറിയാതെ അരമണിക്കൂർ കിട്ടുമെന്ന് വിചാരിച്ച് വന്ന ഒരാൾ എക്സ്പെക്ടേഷൻ അവിടെ ആദ്യം പോവുകയാണ്. അങ്ങനത്തെ ഒരുപാട് ഇപ്പൊ റീസെന്റ് ആയിട്ട് വരുന്ന ഒരുപാട് കേസിൽ മാഡം ഇതെന്താണ് ഇങ്ങനെ എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് ധാരണയില്ല പൊതുവെ. പിന്നെ പൊതുവെ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്, ഇന്റർകോഴ്സിലൂടെ മാത്രമേ സ്ത്രീ സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. ക്ലിറ്റോറിസ് സ്റ്റിമുലേഷനിലൂടെ തന്നെ സ്ത്രീ സാറ്റിസ്ഫൈഡ്. പക്ഷെ വളരെ 95 എബോ ആളുകൾ ക്ലിറ്റോറിസ് സ്റ്റിമുലേഷനിലൂടെ തന്നെയാണ് സാറ്റിസ്ഫൈഡ് ആണ്. വളരെ 5% ആളുകൾക്കാണ് ഈ പറയുന്നത് ഇന്റർകോഴ്സിലൂടെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇത് അറിയാത്ത ആളുകൾ ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ എന്തോ വരാനുണ്ട് എന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് ഇതൊന്നും കിട്ടുന്നില്ല. ചിലവർക്ക് ഓറൽ സെക്സ് ഇല്ലാതെ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം. ചിലവര് ഫോർപ്ലേ ഇല്ലാതെ ഇന്റർകോഴ്സ് ചെയ്യുന്ന ആളുകൾ ഇന്റർകോഴ്സ് ചെയ്തിട്ട് എന്തോ വലിയൊരു സുഖം പ്രതീക്ഷിച്ച് വന്നിട്ട് ഇതൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവില്ല. അപ്പൊ ആളുകൾക്ക് ഇതിനെ കുറിച്ചിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ധാരണ ഇല്ല എന്നുള്ളതാണ്. അതാണ് അവരുടെ ഈ എക്സ്പെക്ടേഷൻ. പിന്നെ എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ നിറനല്ല മുല്ലപ്പും പാലും കൊണ്ടുവരുന്ന ആ എക്സ്പെക്ടേഷൻ. അല്ലാതെ ഒരു നൈറ്റ് ഇട്ട് വരും, നമ്മൾ പല സിനിമകളിലും കാണാറില്ലേ, നീ സെറ്റ് കൊണ്ടെടുത്തിട്ട് വരൂ എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് ഉള്ള, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ചന്ദനക്കുറിയൊക്കെ, ഈ എക്സ്പെക്ടേഷൻ കൊണ്ട് അല്ലാതെ വരുന്ന. എൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിൽ വന്നിട്ട് അത് ഡിവോഴ്സായി. അതിന്റെ കേസ് സിമ്പിളാണ്. കല്യാണത്തിന്റെ സമയത്ത് ഫോട്ടോ കണ്ടിരുന്നത്, പക്ഷെ ചിരിക്കുമ്പോൾ ഈ പല്ല് കണ്ടിരുന്നില്ല. അപ്പം എപ്പോഴും സെക്ഷൽ ഇന്റർകോഴ്സിന് പോകുമ്പോൾ അപ്പൊ ഈ പെൺകുട്ടി ചിരിക്കുമ്പോൾ ഈ പല്ല് കാണുമ്പോൾ അത് അയാൾക്ക് പറ്റുന്നില്ല. അതായത് അയാളെ ആ പെൺകുട്ടി നമുക്കൊന്നും പറയാൻ പറ്റില്ല. അയാളുടെ എക്സ്പെക്ടേഷനിൽ ഇതില്ല, ഈ പല്ലില്ല. അപ്പൊ ഓരോ ആളുകളുടെ പ്രശ്നങ്ങളാണ് അതൊക്കെ. അയാൾ പറഞ്ഞു എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഡിവോഴ്സ് ആയെന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് നല്ല ജീവിതം കിട്ടുകയില്ല, ഇയാൾക്കും കിട്ടുകയൊന്നുമില്ല. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒരു 2 മനുഷ്യർക്ക് പറ്റുന്നില്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെ. എന്തിനാണ് നമ്മൾ ആ പല്ലിന്റെ പേരിൽ ജീവിതകാലം മൊത്തം നരയിക്കേണ്ട കാര്യമില്ലല്ലോ. അതിനനുവദിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു സെക്ഷൽ ആയിട്ടുള്ള ആഗ്രഹങ്ങൾ കിട്ടാതെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. ഇത് നല്ലൊരു ലൈഫ് കിട്ടും. ആ ആൾക്ക് പല്ലില്ലാത്ത ഈ ഇഷ്യൂ ഇല്ലാത്ത ആളുകൾ കിട്ടും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു ജീവിതത്തിൽ നമ്മൾ മോശമായി, അല്ലെങ്കിൽ നമുക്ക് സങ്കടം വന്നു, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നമ്മളൊരു വർത്ത്ലെസ് ഫീൽ ആയെന്ന് വെച്ചാലും നമ്മൾ അതേ രീതിയിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു മനുഷ്യനുണ്ട്.
യെസ്, ഓഫ് കോഴ്സ്. അതാ ഏതൊരു ടൈം ആണെങ്കിലും നമ്മളെ തേടി എത്തും. ഉറപ്പായിട്ടും സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട് റിലേഷൻഷിപ്പിൽ അബ്യൂസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻ, ഗ്യാസ് ലൈറ്റിങ്, ഒരു പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന എത്രയോ ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നാറുണ്ട് ഇവർക്കൊക്കെ ഒന്ന് വന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട്, കുഞ്ഞുങ്ങളുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ വീട്ടുകാരെ പേടിച്ച്, അല്ലെങ്കിൽ കരിയർ പേടിച്ച്, സൊസൈറ്റിയെ ഭയന്ന് അങ്ങനെ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. ഡിവോഴ്സ് ചെയ്ത മനുഷ്യരൊക്കെ എന്താണ്, അവൾക്ക് ജീവിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അഹങ്കാരമല്ല, നല്ല നിലപാടും വ്യക്തമായ ധാരണയും ബോധ്യവും സെൽഫ് റെസ്പെക്റ്റും ഉള്ളത് കൊണ്ടാണ് അവർ മൂവ് ഓൺ ചെയ്യുന്നത്. അതല്ലെങ്കിൽ നമ്മൾ എത്ര കൊലപാതകങ്ങൾ കാണേണ്ടി വരും. എന്തിനാണ് പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നത്, എന്തിനാണ് സൂയിസൈഡ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മള് ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് മരണങ്ങള്, വിസ്മയ, ഇപ്പൊ പൊന്നാനിയിൽ നമ്മൾ അങ്ങനെ കൊല്ലാൻ കൊടുക്കണോ നമ്മളെ? ഇല്ല. നമുക്ക് അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ഒരുപാട് വിഭവങ്ങൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യണോ, ബിസിനസ് ചെയ്യണോ, ഒരു സ്ത്രീക്ക് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സെൽഫ് വേർത്ത് തിരിച്ചറിയാന്നുള്ളതാണ്. അവിടെയാണ് ഈ കൗൺസിലിങ്ങിന്റെ ഒക്കെ ഒരു പ്രാധാന്യം വരുന്നത്.